അതൊരു ബന്ധം കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്കൊന്നു മുതൽ പറയാനുള്ളത്, ബിസ്മിയെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയ ഒരു മഹാനെ നമുക്ക് പരിചയപ്പെടാം. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സൂഫി വര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു എന്നതാണ്. പരിപൂർണമായ അദ്ദേഹത്തിന്റെ പേര് അബു നസ്ർ ബിശ്ർ ഇബ്നുൽ ഹാരിസ് എന്നതാണ്. ബിശ്റുൽ ഹാഫി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, പറയാറുണ്ട്. എന്താണ് ഹാഫി എന്നതിൻ്റെ അർത്ഥം? ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ചെരിപ്പിടാതെ നഗ്ന പാദനായി നടക്കുന്നവൻ എന്നാണ് ഹാഫി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ചെരുപ്പില്ലാതെ നടക്കുക, അങ്ങനത്തെ ഒരാൾ എന്നതാണ് ഹാഫി എന്നതിൻ്റെ അർത്ഥം. എങ്ങനെയാണ് മഹാനായ ബിശ്ർ റളിയല്ലാഹു അൻഹുവിന് ഹാഫി എന്ന പേര് ലഭിക്കാനുള്ള കാരണം? അതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം തൻ്റെ ചെരുപ്പിൻ്റെ വാറ് അറ്റുപോയി. ആ വാറ് വാങ്ങാൻ ചെരുപ്പ് കുത്തിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്തേക്ക് ഒരു ചെരുപ്പ് തുന്നാൻ വേണ്ടി പോകുന്നത് മോശമായ പരിപാടിയൊന്നുമല്ല. നമ്മുടെ ചെറുപ്പത്തിലെ, നമ്മുടെ ജീവിതത്തിലെ ശൈലിയിലെ നമുക്കുണ്ടാവേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വാങ്ങിയ ഡ്രസ്സ് പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഷർട്ടിന് പോലും എത്രയോ ശീലകഷ്ണങ്ങൾ തുന്നിപ്പിടിപ്പിച്ചായിരുന്നു മഹാനവറുകൾ ജീവിച്ചത്. മഹാനവറുകൾ വളരെ പാവപ്പെട്ട ആളൊന്നുമല്ലല്ലോ, സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞാലും നബിയെ അത് ഞാൻ ഏറ്റെടുക്കാം, നബിയെ ഞാനത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ നമുക്ക് എത്രയോ അങ്ങനെ കാണാൻ കഴിയും. മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ വേദനിപ്പിച്ച സമയത്ത് ഉമയ്യത്തിന്റെ അക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അഹദ് അഹദ് എന്ന് പ്രഖ്യാപിച്ച മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. അവസാനം ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടിമത്തം മോചിപ്പിച്ചത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇതാരെ ഏറ്റെടുക്കുക എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഏറ്റെടുക്കാൻ വേണ്ടി കൈപൊന്തിക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഷർട്ടിന് പോലും എത്രയോ തുന്നുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കാണിച്ചു തരുന്നൊരു മാതൃക, നമ്മൾ ഒന്നും വേസ്റ്റാക്കി കളയരുത്, എല്ലാം ഉപയോഗപ്പെടുത്തി പരമാവധി നമ്മൾ ഉപയോഗപ്രദമാക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് നമ്മുടെ ഷർട്ടാവട്ടെ, നമ്മുടെ ചെരുപ്പാവട്ടെ. അപ്പോൾ ഒരു ചെരുപ്പ് നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, ഒരു ചെറിയ പൊട്ടലോ അല്ലെങ്കിൽ വാറില്ലാത്തതോ ആണെങ്കിൽ ഒരു ചെരുപ്പ് കുത്തിയെ കണ്ട് അതൊന്ന് തുന്നിപ്പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ പരമാവധി ഉപയോഗിച്ച് ഇനി അത് ഉപയോഗിക്കാനും പറ്റൂല, വാറ് വെക്കാനും പറ്റൂല, ഒന്നിനും പറ്റൂല. അപ്പോൾ നമ്മൾ ഒഴിവാക്കാനല്ലാതെ നമ്മൾ അനാവശ്യമായി നമ്മുടെ പണം ചെലവഴിക്കരുത്, ദൂർത്തടിക്കരുത് എന്നത് മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പാഠം വേണം. അല്ലാഹു അത്തരത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ശീലിച്ചൊരു ശീലമാണ്. അതെൻ്റെ വലിയമ്മമാരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു സംഗതിയാണ്. അത് ചെരുപ്പ് പെരുന്നാൾക്ക് വെച്ചിട്ട് ചെരുപ്പ് വാങ്ങൂല, വാങ്ങിപ്പിക്കൂല. എൻ്റെ പാപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, നല്ല പൈസ ഉണ്ട്. പക്ഷേ എൻ്റെ പരമാവധി തേഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു ചെരുപ്പ് വാങ്ങുക. അത് എൻ്റെ ഉമ്മയും പറയും മറ്റുള്ള മക്കളോട്, കണ്ടില്ല എൻ്റെ മോന് ഇത്ര ആയിട്ടും ചെരുപ്പ് വാങ്ങുന്നില്ല, ഒക്കെ കഴിഞ്ഞിട്ടാണ്. മറ്റേത് അങ്ങനെയല്ല, ഒരു കുറച്ചുണ്ടാകുമ്പോഴത്തേനും വലിച്ചെറിയാം. ആ രൂപത്തിലൊന്നും
ശീലിച്ചിട്ടില്ല. അല്ലാഹു അങ്ങനെ മഹാന്മാരുടെ പാത പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അങ്ങനെ മഹാനായ ബിശ്ർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഹാഫി എന്ന പേര് ലഭിക്കാനുള്ള കാരണം എന്താണ്? മഹാനവറുകളുടെ ചെരുപ്പിന്റെ വാറ് അറ്റുപോയപ്പോൾ ആ വാറ് വാങ്ങാൻ വേണ്ടി ചെരുപ്പ് കുത്തിയുടെ അടുത്തേക്ക് പോയി. ചെരുപ്പ് കുത്തിയുടെ അടുത്ത് വന്നപ്പോൾ ചെരുപ്പ് കുത്തി ഒന്ന് പരിഹസിച്ചു. പരിഹാസം എങ്ങനെയാണ്? ഓ, നിന്നെ പോലത്തെ ദരിദ്രനെ കൊണ്ട് വല്ലാതെ ഇടങ്ങാറായി പോയല്ലോ, എന്തൊരു കഷ്ടമാണ് ജനങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വല്ലാത്തൊരു പരിഹാസം. ഈ പരിഹാസം മഹാനായ ബിശ്ർ റളിയല്ലാഹു അൻഹുവിന് സഹിച്ചില്ല. മഹാനവറുകൾ വേഗം എന്താക്കി ആ ചെരുപ്പും കൊണ്ട് അവിടെ നിന്ന് പോന്നിട്ട് ഈ ചെരുപ്പ് ഒരൊറ്റ എറിഞ്ഞതിന് ശേഷം അദ്ദേഹം തീരുമാനിച്ചു, ഇനി മേലിൽ ഞാൻ ചെരുപ്പ് ധരിക്കൂല എന്ന് തീരുമാനിച്ചു. അന്നു മുതലാണ് ബിശ്ർ എന്ന ആ ചെറുപ്പക്കാരന് അൽ ഹാഫി എന്ന് പറഞ്ഞാൽ നഗ്നമായ പാദത്തിലൂടെ നടക്കുന്ന ആൾ, ചെരുപ്പില്ലാതെ നടക്കുന്ന ആൾ എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ചുരുക്കത്തിൽ ആ ബിശ്ർ എന്ന യുവാവ് വലിയ തഖ്വയിലോ ഭക്തിയിലോ നടന്ന ഒരു ആളല്ലായിരുന്നു. എത്രത്തോളം ആ കാലത്ത് കള്ളുവരെ കുടിച്ചിരുന്നു, അദ്ദേഹം ആ രൂപത്തിലൊക്കെ നടന്നിരുന്നു എന്നൊക്കെ കാണാൻ കഴിയും എന്ന് കരുതി ഇവിടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരാളൊരു തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പടച്ച റബ്ബ് എന്നെ നന്നാക്കാൻ വിചാരിച്ചാൽ നന്നാക്കുമല്ലോ എന്നൊരു ബുദ്ധി ഉണ്ടാവുകയും എല്ലാം മാറ്റിവെച്ച് തൗബ ചെയ്ത് മഹാനവറുകൾ ഉന്നതങ്ങളിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ഏതായിരുന്നാലും ആ ചെറുപ്പക്കാരനായ യുവാവ് പിന്നീട് വളർന്ന് എത്രത്തോളം ഹറാമോ ഹലാലോ എന്ന് വ്യക്തമാകാത്ത ഒരു വസ്തുവാണോ ഉള്ളത്, ആ വസ്തുവിലേക്ക് തൻ്റെ കരങ്ങൾ പോലും അനുസരിക്കൂല, ആ രൂപത്തിൽ അദ്ദേഹം മാറുകയാണ്. അത്രയും വലിയ സൂഫി വര്യനായി മഹാനവറുകൾ ഉയർന്നു വരികയാണ് ഈ ബിശ്ർ എന്ന ചെറുപ്പക്കാരൻ. മാത്രല്ല 4 മദ്ഹബുകളിൽ പ്രമുഖനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പലപ്പോഴും ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇരുന്നിട്ടോ മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ബിശ്റിനോട് ചോദിക്കുമായിരുന്നു, എനിക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് പറയുകയും ചെയ്ത ഒരു മഹാനായിരുന്നു മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. പക്ഷേ ആ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഈ സ്ഥാനത്തേക്ക് വളർന്നു വന്നത്? മർവ് എന്ന സ്ഥലത്താണ് മഹാനവറുകൾ ജനിച്ചതും വളർന്നതും. ഹിജ്റ 227 മുഹറം 10 ബഗ്ദാദിൽ മഹാനവറുകൾ വഫാത്താകുന്നത്. ആ മഹാനവറുകളുടെ മഖ്ബറ ബഗ്ദാദിൽ നിലകൊള്ളുകയാണ്. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ വിഷയം ഇസ്മിയാണല്ലോ. എങ്ങനെയാണ് മഹാനവറുകൾ ഈ സ്ഥാനത്തേക്ക് ഉയർന്നത്? ഒരു ദിവസം മദ്യപിച്ച് വീട്ടിൽ നിന്നും പുറപ്പെട്ട ആ ബിശ്ർ എന്ന ചെറുപ്പക്കാരൻ വഴിയിൽ വെച്ച് ഒരു കടലാസ് കാണുന്നു. ആ കടലാസ് കഷ്ണം വീണത് കണ്ടപ്പോൾ അതൊന്ന് എടുത്തു നോക്കി പരിശോധിച്ചപ്പോൾ അതിൽ എഴുതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ബിസ്മിയാണ്. അദ്ദേഹത്തിന് മനസ്സിൽ വല്ലാത്ത പ്രയാസം തോന്നി. അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിന്റെ നാമമാണല്ലോ നിലത്ത് കിടക്കുന്നത്, ചടി പുരണ്ട് കിടക്കുന്നത്. വല്ലാതെ പ്രയാസം തോന്നി. അന്ന് മഹാനവറുകൾ വേണ്ട വിധത്തിൽ ഭക്തിയുള്ള ജീവിതത്തിലേക്കൊന്നും തുനിഞ്ഞിട്ടില്ല. ആ രൂപത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത ഒരു ചിന്ത നോക്കൂ, എന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമമാണല്ലോ നിലത്ത് ചളി പുരണ്ട് കിടക്കുന്നത്.
അതാണ് ഒരു മുഅ്മിനിന്റെ മനസ്സിൽ ഈമാനിന്റെ ലവലേശമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും അവന് സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, വമൻ യുഅദ്ദിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, തീർച്ചയായും അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഹൃദയാന്തരങ്ങളിൽ നിന്നുള്ള ഭക്തിയുടെ ഭാഗമാണ്. മഹാനവറുകൾ ചിന്തിച്ചു, സയ്യിദീ ഇസ്മുക ഹൗനാ ഖുൽബാ, അല്ലാഹുവേ ഈ കടലാസ് അതിൽ നിന്റെ പേരാണല്ലോ സയ്യിദീ, എന്റെ യജമാനനായ അല്ലാഹുവേ ഇസ്മുക ഹൗനാ, നിന്റെ പേര് ഇവിടെ നിലത്തിടപ്പെട്ടിരിക്കുകയാണ് അല്ലാഹ്. മനസ്സ് വേദനിച്ചുകൊണ്ട് മഹാനവറുകൾ അല്ലാഹുവിനോട് ഉറക്കെ പറയുകയാണ്. ഉടനെ തന്നെ ആ കടലാസിൽ പുരണ്ട മണ്ണ് നീക്കി തുടച്ചു വൃത്തിയാക്കി നേരെ ഒരു അത്തറ് കച്ചവടക്കാരന്റെ അടുത്തേക്ക് പോയി ഒരു ദിർഹം കൊടുക്കുന്നു. നല്ല ഒരു അത്തറും വാങ്ങിയിട്ട് അതിൽ പുരട്ടുന്നു. ആ ബിസ്മി എഴുതിയ കടലാസിൽ പുരട്ടിയതിനു ശേഷം വൃത്തിയുള്ള ഉയർന്ന സ്ഥലത്ത് കേടുവരാത്ത വിധം സൂക്ഷിച്ചു വച്ചു. അന്നു രാത്രി മഹാനവറുകൾ സാധാരണ കിടക്കും പോലെ കിടന്നുറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? അല്ലാഹു തആല തന്നോട് പറയുന്നതാണ് സ്വപ്നമായിട്ട് ഇങ്ങനെ കാണുന്നത്. എന്താണ്? അല്ലയോ വിശ്വേ, നീ എന്റെ പേര് ആദരിക്കുകയും ബഹുമാനിക്കുകയും സുഗന്ധപൂരിതമാക്കുകയും ചെയ്തതിനാൽ നിന്റെ പേര് ആരുടെയെല്ലാം കാതുകളിലൂടെ കേൾക്കുന്നുണ്ടോ അവരുടെ എല്ലാം മനസ്സുകളിൽ ആശ്വാസം, അതുപോലെ തന്നെ നല്ല റാഹത്തുമുള്ളതായ വിധത്തിൽ നിന്റെ പേര് ദുനിയാവിലും ആഖിറത്തിലും ഞാൻ സുഗന്ധപൂരിതമാക്കും വിശ്വേ. ഇതായിരുന്നു സ്വപ്നം. നേരം വെളുത്തു, ഉറക്കിൽ നിന്നും എഴുന്നേറ്റു. ഉടനെ മഹാനവറുകൾ കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓർത്തു. പടച്ചോനെ, ഞാൻ മരിക്കേണ്ട ആളാണല്ലോ, മരിച്ചുപോയാൽ മഹ്ശർ വരാനുണ്ടല്ലോ, ആഖിറത്തിൽ റബ്ബ് എന്നോട് ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ചോദിക്കുമല്ലോ. എന്റെ റബ്ബ് തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണല്ലോ. ഉടനെ മഹാനവറുകളുടെ മനസ്സിൽ വല്ലാത്ത ചിന്ത വന്നു. ഞാൻ തൗബ ചെയ്താൽ എന്റെ റബ്ബ് സ്വീകരിക്കുമോ? ഞാൻ ഇനി തൗബ ചെയ്യാതെ നിൽക്കാൻ പാടില്ലല്ലോ. എനിക്ക് നല്ല സുവിശേഷമല്ലേ ഇപ്പോൾ അല്ലാഹു അറിയിച്ചു തന്നത്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അശരീരിയാണല്ലോ ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയാൽ മതിയാവില്ലല്ലോ. മഹാനവറുകൾ ചിന്തിച്ച് അതാ വേഗം പോയി വുദൂ എടുക്കുന്നു. വുദൂ എടുത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്യുന്നു. അങ്ങനെയാണല്ലോ ഈമാനുള്ള മനുഷ്യർ അവർ ചെയ്തു പോയ കുറ്റങ്ങളിൽ നിന്ന് ഖേദിച്ച് മടങ്ങി റബ്ബിലേക്ക് ഒരിറ്റ് കണ്ണീരുറ്റിയാൽ ആ കണ്ണീര് മതിയല്ലോ അവന്റെ പാപങ്ങളൊക്കെ തുടച്ചു നീക്കാൻ. ആ രൂപത്തിൽ മഹാനായ ബിശ്ർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നീങ്ങിയപ്പോൾ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് മഹാന്മാരുമായി ഒത്തുകൂടണമെന്നും മഹാന്മാരുടെ സവിധത്തിലേക്ക് പോകണമെന്നുള്ള ചിന്തയും വരികയാണ്. ശേഷം ആ നാട്ടിലെ വലിയ പണ്ഡിതനായ വലിയ മഹാനായ സജ്ജാജ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ മഹാനവറുകൾ നേരെ സജ്ജാജ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ചെല്ലുകയാണ്. സജ്ജാജ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ചെന്നപ്പോ ഉടനെ കേൾക്കുന്ന വാചകം,
യാ ബിശ്ർ, അല്ലയോ ബിശ്റേ, ഞാൻ നിങ്ങളെ കുറിച്ച് ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. എന്താണത്? പറയാം, പക്ഷേ എനിക്കൊരു ഡിമാൻഡ്. എന്താ ഡിമാൻഡ്? നിങ്ങൾ എന്തോ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു നല്ല കാര്യം എനിക്കൊന്ന് പറഞ്ഞു തരണം. എന്താണ് ബിശ്റേ? ഉടനെ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ചിന്തിച്ചപ്പോൾ മഹാനവറുകൾ സജ്ജാദ് റളിയല്ലാഹു അൻഹുവിനോട് ഈ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ മഹാനവറുകളെ, ഞാൻ ഇന്നലെ വീട്ടിൽ നിന്നിറങ്ങി ഒരു വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഒരു കടലാസ് കഷ്ണം കണ്ടു. അതെടുത്തു നോക്കിയപ്പോൾ അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ കടലാസാണ്. ഇത് ചളി പുരണ്ട് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സിന് വല്ലാതെ പ്രയാസം തോന്നി. എന്റെ മനസ്സ് വേദനിച്ചു. യജമാനനായ റബ്ബിന്റെ പേര് നിലത്ത് കിടക്കാൻ പാടില്ലല്ലോ. ഞാനത് തുടച്ചു വൃത്തിയാക്കി അത്തറൂശി ഉയർന്ന സ്ഥലത്ത് വെച്ചു. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ഒരു നല്ല കർമ്മം ചെയ്തതായി എന്റെ ഓർമ്മയിലില്ല മഹാനവറുകളെ. ഇത് കേട്ട ഉടൻ സജ്ജാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ബിശ്റേ, എന്നാൽ അത് തന്നെയാണ് ഞാൻ ഇന്നലെ നിങ്ങളെ സംബന്ധിച്ച് സ്വപ്നം കണ്ടത്. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ ബിശ്റേ, ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്നോട് പറഞ്ഞതെന്താണ്? ഓ സജ്ജാദേ, നിങ്ങളുടെ നാട്ടിലുള്ള ബിശ്റുണ്ടല്ലോ, ആ ബിശ്റിനെ കണ്ടാൽ നിങ്ങളൊരു കാര്യം പറയണം. എന്താണെന്നറിയോ? എന്റെ പേര് നിലത്ത് വീണത് കണ്ടപ്പോൾ അത് ചവിട്ടപ്പെടാതിരിക്കാൻ വേണ്ടി ബിശ്റുൽ ഹാഫി അത് എടുത്തു ഉയർത്തിയിട്ടുണ്ട്. അതിനാൽ ബിശ്റുൽ ഹാഫിയുടെ പേരും പ്രശസ്തിയും ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ ഉയർത്തുമെന്ന് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണേ. ഇതായിരുന്നു സ്വപ്നം. നോക്കൂ മുഅ്മിനീങ്ങളെ, കാണുന്ന കടലാസിലെല്ലാം ബിസ്മി എഴുതി വെക്കുന്ന ശീലം ഒഴിവാക്കണം. ഖുർആനിലെ മറ്റു ആയത്തുകളോ മറ്റു ആദരിക്കപ്പെടുന്ന പേരുകളോ അനാദരവ് സംഭവിക്കും വിധത്തിൽ നിലത്തിടാനോ വേസ്റ്റാക്കി കളയാനോ പാടില്ല. വീട് പണിയെടുക്കുന്ന സ്ഥലത്ത് ഫ്ലക്സിൽ മാഷാ അല്ലാഹ് എഴുതുന്നവർ, തബാറക്കല്ലാഹ് എഴുതുന്നവർ സൂക്ഷിക്കണം. അതൊരു പട്ടികയിൽ തൂക്കിയിട്ട് പിന്നീട് അതിന്റെ മുകളിൽ കാക്കയും പക്ഷികളും കാഷ്ടിക്കുന്ന വിധത്തിൽ അല്ലാഹുവിന്റെ പേരിനെ അനാദരവ് ഉണ്ടാക്കും വിധത്തിൽ വെക്കാൻ പാടില്ല. അത് വളരെ വൃത്തിയോടുകൂടെ വീട്ടിൽ ഒരു ഫ്രെയിമാക്കി വെക്കുന്നതിന് കുഴപ്പമില്ല. വാഹനങ്ങളുടെ പുറത്ത് അത് എഴുതിയാൽ ആ വാഹനങ്ങളുടെ മുകളിൽ വന്ന് കാക്കകളോ മറ്റോ കാഷ്ടിച്ചാൽ അതിന്റെ ഉത്തരവാദി അത് ചെയ്തവനാണ്. വാഹനത്തിന്റെ ഉള്ളിൽ പ്രശ്നമില്ല, അതേ രൂപത്തിൽ വീടിന്റെ ഉള്ളിൽ പ്രശ്നമില്ല. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് ഇന്ന് ഏത് വീട് എടുക്കുന്ന മുസ്ലിം വീടിന്റെ അടുക്കൽ ചെന്നാലും അത് കാണുകയാണ്. പക്ഷേ ചിലപ്പോൾ അത് നമ്മൾ കണ്ണേറിന് വേണ്ടി വെക്കുന്നുണ്ടെങ്കിലും അതിന്റെ അപ്പുറത്ത് മറ്റൊരു ദുരനുഭവം വരികയാണ്, മറ്റൊരു വല്ലാത്ത വേദനിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. അള്ളാഹുവിന്റെ പേരിന്റെ മുകളിലേക്ക് ഒരു പക്ഷി കാട്ടിച്ചാൽ, അള്ളാഹുവിന്റെ പേരിന്റെ മുകളിലേക്ക് ചളി പുരണ്ടാൽ അതിന്റെ ഉത്തരവാദി ആരാണോ അത് വെച്ച് അവിടെ വെക്കുന്നവർ അവർക്കാണ്. നേരെ മറിച്ച് നല്ല ഭക്തിപൂർവം ആദരിക്കും വിധത്തിൽ ഫ്രെയിമാക്കി വീട്ടിനുള്ളിൽ ബർക്കത്തിന് വേണ്ടി സൂക്ഷിക്കുന്നതിന് പ്രശ്നമില്ല. അദ്ദേഹം സൂക്ഷിക്കണം. അതേ രൂപത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്ന മാസികകളാവട്ടെ എല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഖുർആനിന്റെ ആയത്തുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹദീസിന്റെ ഓരോ ഹദീസുകളും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് വന്നിട്ടുള്ള മാസികകൾ, ആ ഹദീസ് വന്നിട്ടുള്ള മറ്റു പുസ്തകങ്ങൾ
പഴയ സാധനങ്ങൾ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചവർ വരുന്നവർ അല്ലെങ്കിൽ ആക്രിക്കടയിലേക്ക് കൊടുത്ത് അത് വേശ്യാക്കുന്ന വിധത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിന്റെ കുറ്റക്കാർ ആരാണോ ചെയ്യുന്നത് അവർക്കായിരിക്കും ആക്രിക്കടയിലുള്ളത്. ചിലപ്പോൾ മുസ്ലിങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല, ഒന്നും അറിയാത്തവരായിരിക്കും. പക്ഷേ അവിടെയുള്ള മുസ്ലിങ്ങൾ പോലും ചില വീടുകളിൽ നിന്ന് ആക്രിക്കടയിലേക്ക് ഖുർആൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ മുസ്ലിം സഹോദരൻ ആ ഖുർആൻ എടുത്ത് ബഹുമാനിച്ച് അവർ പിന്നീട് വാട്സപ്പിൽ വിടുകയാണ്, ഓ മുസ്ലിങ്ങളെ, ഖുർആൻ ഇങ്ങനെ നിങ്ങൾ കൊടുത്തയക്കരുത് എന്ന് പറയുന്നത് അപ്പുറത്തുള്ള ആ മുസ്ലിമാണെങ്കിൽ, ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിൽ നിന്ന് ഈമാൻ ഊരിപ്പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അള്ളാഹുവിന്റെ ഖുർആൻ ആക്രിക്കടയിൽ കൊണ്ടുപോയി കൊടുത്ത് പിന്നീട് അത് പല ഭാഗങ്ങളിലേക്കും എത്തി. അതുപോലെ തന്നെ പടക്കമുണ്ടാകുന്ന പടക്കശാലയിലേക്ക് വരെ എത്തി. അവർക്കൊരു പ്രശ്നവുമില്ലല്ലോ. പിന്നെ ഖുർആൻ പൊട്ടട്ടെ എന്നും കരുതിയിട്ട് തീ കൊടുക്കുമ്പോൾ ആ മാലപ്പടക്കങ്ങളെല്ലാം ഖുർആനിന്റെ ഓരോ പേജുകളാണ് പൊട്ടുന്നത് എന്ന് ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കലും അങ്ങനെ അനാദരവ് കാട്ടാൻ പാടില്ല. അനാദരവ് കാട്ടിയാൽ നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാവൂല, നമ്മുടെ മക്കളിൽ ബറക്കത്തുണ്ടാവൂല, നമ്മുടെ സ്ഥാനമാനങ്ങൾക്കൊന്നും ഒരു ബറക്കത്തും ഉണ്ടാവൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി നമുക്ക് പറയാനുള്ളത്, ഒരു മകൻ ബിസ്മി ഓതിയതിന്റെ പേരിൽ, ബിസ്മി പഠിച്ചതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്ന ഖബറാണി ആ കുട്ടിയുടെ വാപ്പയായിരുന്നു. ആ വാപ്പയുടെ ശിക്ഷ ഒഴിവാക്കുകയാണ്. എന്താണ് സംഭവം? മർറ ഈസ ബിനു മറിയം അലൈഹിസ്സലാം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോവുകയാണ്. ബിഖബ്രിൻ, ഒരു ഖബറിന്റെ ചാരത്തിലൂടെ. യുഅദ്ദിബു സാഹിബഹു, ആ ഖബറിലുള്ള ഖബറാണി ശിക്ഷിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് മുഖേന ഖബറിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആ ഖബറാളി ശിക്ഷിക്കപ്പെടുന്നത് കാണുകയാണ്. മഹാന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളാണെങ്കിൽ കറാമത്ത് മുഖേന അറിയിച്ചു കൊടുക്കും, അമ്പിയാക്കളാണെങ്കിൽ മുഅ്ജിസത്ത് മുഖേന അറിയിച്ചു കൊടുക്കും. അതൊന്നും നിഷേധിക്കാൻ പോകരുത്. അല്ലാഹു മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഖബറൊക്കെ അല്ലാഹു പ്രകാശപൂരിതമാക്കി തരുമാറാവട്ടെ. മഹാനവറുകൾ നടന്നിങ്ങനെ പോയപ്പോൾ ഈ ഖബറാണി ശിക്ഷിക്കപ്പെടുന്ന വല്ലാത്ത രംഗം കണ്ടു. ഉടനെ മഹാനവറുകൾ തേടി, പടച്ചോനെ, ഖബർ ശിക്ഷയിൽ നിന്ന് എനിക്ക് കാവൽ തരണേ എന്നൊരു പ്രാർത്ഥനയും ആ മനുഷ്യന് വേണ്ടിയിട്ടും മഹാനവറുകൾ പ്രാർത്ഥിക്കുകയാണ്. ثم مر به من قابل فإذا هو ليس يعذب. പിന്നീട് മഹാനവറുകൾ വരുന്ന സമയത്ത് രണ്ട് റിപ്പോർട്ടുണ്ട്. മറ്റൊരു വഴി തിരിച്ചു വരുമ്പോൾ അങ്ങനെയുമുണ്ട്, പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം വരുമ്പോൾ അങ്ങനെയുമുണ്ട്. ചരിത്രമാണല്ലോ. ഏതായിരുന്നാലും ثم مر به من قابل فإذا هو ليس يعذب. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം ഈസാ നബി അലൈഹിസ്സലാം അതേ ഖബറിന്റെ അരികിലൂടെ തന്നെ കടന്നുപോയി. പക്ഷേ ഇപ്പോൾ ആ ഖബറിൽ നിന്നും ശിക്ഷ നീങ്ങിപ്പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബ്, മറത്തു ബിഹാദൽ ഖബ്രി ആമൻ അവ്വൽ. അല്ലാഹുവേ, ഞാൻ ആദ്യത്തെ തവണ ഈ റൂട്ടിലൂടെ നടന്നുപോയപ്പോൾ ഈ ഖബറാളി ശക്തമായ ശിക്ഷ അനുഭവിക്കുന്നതായി ഞാൻ കണ്ടു. സുമ്മ മറത്തു ബിഹിൽ ആം. ഈ പ്രാവശ്യം ഞാൻ അതേ ഖബറിന്റെ അരികിലൂടെ നടന്നു വന്നപ്പോൾ ഫൈദാ ഹുവ ലൈസ യുഅദ്ദബു. ഇപ്പോൾ ആ ഖബറാളി ശിക്ഷയ്ക്ക് വിധേയമായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഖബറിൽ നിന്നും ആ ശിക്ഷ നീങ്ങിയിട്ടുണ്ട്. ഉസ്താദിന്റെ ബൈത്തിൽ നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, ഈസ ബിനു മറിയം പണ്ട് ജീർണിച്ചു പോയാലും ഖബർ യാത്രയിൽ കണ്ട്
മയ്യിത്ത് ഒന്നതിലുണ്ട് ശിക്ഷകളേറ്റതായി. അത് കണ്ട് നബിയും അന്ന് അവിടം താണ്ടലായി. പിന്നീട് ആ വഴി തന്നെ നബി മടങ്ങുന്നതായി. പണ്ടത്തെ ഖബറിപ്പോൾ പ്രകാശിക്കുന്നതായി. ശിക്ഷിച്ചിരുന്ന മലക്കുകൾ സ്ഥലം ഒഴിയലായി. റഹ്മത്തിനുള്ള ലാക്ക് പകരം എത്തലായി. ഇതിലതിശയം പൂണ്ടതിനു മറിയം അന്ന് റക്അത്ത് രണ്ടുടൻ തന്നെ നിസ്കരിക്കുന്നു. ഇതിലുള്ള സിറന്തിലാഹി അന്ന് ചോദിച്ചു കൊണ്ടപ്പോൾ ദുആ ചെയ്യുന്നു. വല്ലാത്ത അത്ഭുതല്ലേ. ഒരു തവണ നടന്നു പോയപ്പോ ആ ഖബറാളി വല്ലാതെ ശിക്ഷ അനുഭവിക്കുകയാണ്. പിന്നീട് അതേ വഴിയിലൂടെ അതേ ഖബറിന്റെ സമീപത്തുകൂടെ നടന്നു വന്നപ്പോ ആ ഖബറാളി ശിക്ഷ അനുഭവിക്കുന്നില്ല. എന്താണിതെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം 2 റക്അത്ത് നിസ്കരിച്ച് ഇതിന്റെ സിർ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണേ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ക്ഷണം തന്നെ റബ്ബിൽ നിന്ന് ജിബ്രീൽ വന്ന് വിവരങ്ങളെല്ലാം വിശദമായി പറയുന്നു. ഇവൻ ദോഷിയായവനാണ് എങ്കിൽ തന്നെയും മരിക്കുന്ന സമയത്തുണ്ട് ഇവനൊരു ഭാര്യയും. പരിപൂർണ ഗർഭിണിയായിരുന്നവളാണ്. പിന്നീട് അവൾക്കൊരു കുട്ടി വെളിയിൽ വന്ന് ഉടനെ ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് സംഭവം? ഫഔഹല്ലാഹു ജല്ല ജലാലുഹു, മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിന് വഹി അറിയിച്ചു കൊടുക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന. ആ വഹിയിൽ എന്താണ്? യാ റൂഹുല്ലാഹ്, അല്ലയോ ഈസാ നബിയെ, നിങ്ങൾ കണ്ട ആ ഖബറാളി അല്ലാഹുവിനെ ഇബാദത്തുകൾ ചെയ്യുന്നതിൽ വലിയ വീഴ്ച വരുത്തിയ വ്യക്തിയാണ്. അയാൾ ചെയ്ത പാപങ്ങൾ കാരണമാണ് അദ്ദേഹം ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെട്ടത്. പക്ഷേ അന്നഹു അദറക വലദുൻ സ്വാലിഹുൻ, തീർച്ചയായും അദ്ദേഹത്തിന് സ്വാലിഹായ ഒരു മകനെ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവന്റെ ഭാര്യ ഒരു ഗർഭിണിയായിരുന്നു. ആ സ്ത്രീ ഒരു സ്വാലിഹായ കുട്ടിക്ക് ജന്മം നൽകി. യതീമായാണല്ലോ ആ കുട്ടി ജനിച്ചത്, വളർന്നത്. ആ ഭാര്യ ആ കുട്ടിയെ നല്ലതുപോലെ നല്ല ചിട്ടയിൽ വളർത്തി. അങ്ങനെ വളർന്നു വന്നപ്പോൾ അത്യാവശ്യമൊക്കെ കാര്യബോധം എത്തിയപ്പോൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിക്കാൻ വേണ്ടി ഒരു ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് നല്ല ഒരു രക്ഷിതാക്കൾ ദീനൊന്ന് പഠിപ്പിക്കണം എന്ന് കരുതി ഒരു ഉസ്താദിന്റെ കീഴിൽ പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ആ കുട്ടി ദീന് പഠിച്ച് ഇങ്ങനെ തുടങ്ങുകയാണ്. ആ കുട്ടി പഠിച്ചു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുന്നു. അതിന്റെ തഫ്സീർ പഠിക്കുകയും ചെയ്യുകയാണ്. കാരുണ്യവാനായ കരുണക്കടലായ അല്ലാഹുവേ എന്നാണല്ലോ അർ-റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ പേര് ആ കുട്ടി ഉച്ചരിക്കുന്നു. എന്നെ വല്ലാതെ സ്നേഹിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന വാചകമാണല്ലോ അർ-റഹ്മാനുർ റഹീം എന്നത്. കാരുണ്യവാനായ കരുണക്കടലായ അല്ലാഹുവേ എന്നത്. ഇത് പറഞ്ഞു തുടങ്ങുന്ന ആ കുട്ടി ഒരു ഭാഗത്ത് നിന്ന് എന്റെ പേരുകൾ പരാമർശിക്കുന്നു. ഞാൻ ആ കുട്ടിയുടെ ഉപ്പയെ ഈ ഖബറിൽ വെച്ച് ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതിൽ എനിക്ക് ലജ്ജ തോന്നിയിട്ടുണ്ട് ഈസാ നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഈ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അതിൽ തൈമ ഉസ്താദ് പാടുന്നതായി കാണാം.
പാലും കൊടുത്ത് വളർത്തി മകനെ വലുതാക്കി ദൈനംദിനം അതിലേക്ക് പോയി വരവാക്കി പാലും കൊടുത്ത് വളർത്തി മക്തബിലാക്കി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥാലയത്തിലേക്കും ഒരു ഉസ്താദിന്റെ കീഴിലേക്കും ആ കുട്ടിയെ പറഞ്ഞയച്ചു ദൈനംദിനം അതിലേക്ക് കൂട്ടിങ്ങനെ പോകുന്നു വരുന്നു അങ്ങനെ ചൊല്ലിക്കൊടുത്തു ഉസ്താദ് ബിസ്മില്ലാഹി അവനെ ചൊല്ലിയതും ബിഫളില്ലാഹി ഞാൻ ഇവന് അടിയിൽ ഇട്ട് ശിക്ഷ കൊടുക്കലോ അവനുള്ള കുഞ്ഞ് പുറത്ത് എൻവിസ് മോതലോ എനിക്കിഷ്ടമല്ലത് ലജ്ജയും എനിക്കുണ്ട് റഹ്മത്തിറക്കിയതാ പുറത്തുകൊണ്ട് സന്താനമുള്ളത് നല്ലതാ നമുക്കിന്ന് ഖൈറിന്റെ പാതയിലായിരുന്നാൽ നന്ന് ഫലമുണ്ട് അവരെ കൊണ്ട് ഇന്നും നാളെയും വെറും ഭൗതികം കൊണ്ടില്ല ശർറല്ലാതെയും. നല്ല മനോഹരമായ വരികളിലൂടെ നമ്മെ പരിചയപ്പെടുത്തുകയാണ് മഹാനായ ഉസ്താദ്. നോക്കൂ നിങ്ങൾ, ഒരു ഭാഗത്ത് കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയതേ ഉള്ളൂ. ആ കുട്ടിയുടെ ഉപ്പ ഖബറിൽ വല്ലാതെ ശിക്ഷ അനുഭവിച്ചപ്പോൾ ആ ശിക്ഷയെ അല്ലാഹു നീക്കി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇനി നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ആ ബിസ്മിയുടെ ഉള്ളിലൂടെയാണ് സ്വർഗത്തിലെ 4 നദികൾ ഒഴുകുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ യാത്ര പോയപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒഴുകി വരുന്നത് 4 നദികളാണ്. ആ 4 നദികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലൂടെയാണ് ആ 4 നദികളും ഒഴുകി വരുന്നത്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ബിസ്മി എന്നതിലെ മീമിന്റെ കെട്ടിന്റെ ഉള്ളിൽ നിന്നാണ് നല്ല സുന്ദരമായ വെള്ളത്തിന്റെ അരുവി ഒഴുകി വരുന്നത്. രണ്ടാമത്തെ അരുവി ബിസ്മില്ലാഹി എന്നതിലെ അല്ലാഹ് എന്നതിലെ ഹായിന്റെ കെട്ടിൽ നിന്നാണ് രണ്ടാമത്തെ അരുവി. അത് നല്ല പാലിന്റെ അരുവിയാണ് ഒഴുകി വരുന്നത്. മൂന്നാമത്തതോ അർ-റഹ്മാൻ എന്ന മീമിന്റെ കെട്ടിന്റെ ഉള്ളിൽ നിന്നാണ് നല്ല കള്ളിന്റെ അരുവി ഒഴുകി വരുന്നത്. കള്ള് എന്ന് കേൾക്കുമ്പോൾ ദുനിയാവിലുള്ള കള്ളല്ല, സ്വർഗത്തിലെ കള്ള്. അത് നല്ല കള്ളാണ്, ദുനിയാവിലെ പോലെ മസ്താക്കുന്നതല്ല. അങ്ങനെ ഒരു ലഹരി ബാധിക്കുന്ന കള്ള് സ്വർഗത്തിലില്ല. ദുനിയാവിൽ കള്ള് കുടിച്ചവര് സ്വർഗത്തിൽ അത് കുടിക്കാനുള്ള ഭാഗ്യമില്ല. അല്ലാഹുവേ, സ്വർഗത്തിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. സ്വർഗത്തിലെ മുഴുവൻ പാനീയങ്ങളും കുടിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. നാലാമതായി അർ-റഹീം എന്ന മീമിന്റെ കെട്ടിന്റെ ഉള്ളിൽ നിന്നാണ് നല്ല തേനിന്റെ അരുവി ഒഴുകുന്നത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവേ, സ്വർഗത്തിൽ ഞങ്ങൾ എത്തിക്കണേ അല്ലാഹ്. അവിടെ നിന്ന് അത്തരം നല്ല പാനീയങ്ങൾ കുടിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഒറ്റ സംഭവം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾ 21 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ ഒരുപാട് കാവൽ ബിസ്മിയിലൂടെ അവന് നൽകുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ നമ്മുടെ ഉറക്കം അത് എങ്ങനെയെങ്കിലും ആകാൻ പാടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യണം. നിങ്ങളൊക്കെ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ഇന്നലെ ഉറങ്ങിയപ്പോൾ നമ്മുടെ സ്വന്തം ശരീരത്തിനോട് ചോദിച്ചു നോക്കുക, ബ്രഷ് ചെയ്തവർ എത്ര പേരുണ്ട്? ബ്രഷ് ചെയ്യാതെ നമ്മൾ ഉറങ്ങാൻ പാടില്ല. ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ പല്ലിൽ പറ്റിപ്പിടിച്ച് നമ്മൾ ഉറങ്ങുന്നത് അത് നമുക്ക് തന്നെ ശരീരത്തിന് കേടാണ്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പാലിച്ചു നമുക്കും ആരോഗ്യപരമായി നല്ലതാണ്. മറ്റൊന്ന് വുളു എടുക്കണം. വുളു, ഞാനിപ്പോൾ വുളു എടുത്തിട്ടെന്താ ഭാര്യന്റെ അടുത്തല്ല കിടക്കുന്നത് എന്ന് കരുതി വുളു എടുക്കാതിരിക്കരുത്. ഏതുപോലെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതാണ് എന്ന് മാത്രമല്ല, നമ്മൾ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ആ ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് വെട്ടിക്കൊടുക്കും.
നല്ല വത്തക്ക, അതുപോലെ തന്നെ മുന്തിരി, പൈനാപ്പിൾ, ഇതൊക്കെ വെച്ചിട്ട് എന്ത് മനോഹരമായിട്ടാണ് ആ പ്ലേറ്റിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. അതൊക്കെ നല്ല അടുക്കും ചിട്ടയോടുകൂടെ വെക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഏതായാലും തിന്നാനുള്ളതല്ലായിരിക്കും, നമ്മൾ എങ്ങനെങ്കിലും രൂപത്തിൽ കൊണ്ടുപോയി കൊടുക്കൂല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഉറങ്ങുമ്പോൾ അത് ഭാര്യയുടെ അടുത്താണെങ്കിലും വുളു എടുത്ത് നമ്മൾ ഉറങ്ങുക എന്നുള്ളത് അള്ളാഹു കൽപ്പിച്ചതാണ്. അതിന് നമുക്ക് കൂലിയുണ്ട്. ഭാര്യയെ തൊട്ടോട്ടെ, വുളു പറഞ്ഞോട്ടെ, പ്രശ്നമല്ല. നമ്മൾ വുളു എടുത്തിട്ടാണ് ഉറങ്ങാൻ പോയത്, ഇതാണ് നമ്മളോട് നോക്കുക. മറ്റൊന്ന്, വിരിപ്പൊന്ന് തട്ടിക്കൂട്ടണം. അതൊക്കെ സുന്നത്താണ്, അതൊക്കെ നമ്മൾ പാലിക്കണം. വിളക്കണക്കണം. അന്നത്തെ കാലത്ത് വിളക്കാണ്, ഇന്ന് ലൈറ്റ് ഓഫാക്കണം. 0 ബൾബിട്ടോട് വലിയ ലൈറ്റൊക്കെ ഓഫാക്കണം എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. സൂറത്തുൽ ഫാത്തിഹ ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതണം, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഓതണം. എന്നിട്ടൊന്ന് കൈപ്പള്ളയിൽ ഊതണം, ശരീരം മുഴുവൻ തടവണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പനി വന്ന സമയം അവസാന ഘട്ടത്തിലാണ്. അപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുല്ലയിന്റെ പള്ളിയിലേക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയാണല്ലോ എൻ്റെ കൈയിനേക്കാളും ശ്രേഷ്ഠത എന്ന് ചിന്തിച്ച ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ആ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ശരീരം മുഴുവൻ തടവി കൊടുത്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇതൊക്കെ നമ്മളും ചെയ്യണം. അത് നമ്മുടെ ഉറക്കിൽ നല്ല ആത്മീയത കിട്ടാൻ, അത് നല്ല ഒരു പേടിപ്പെടുത്താതിരിക്കാൻ, ഇതൊക്കെ നമുക്ക് അല്ലാഹുവിൽ നിന്നുള്ള കാവൽ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. ഉടനെ ഒരു ആയത്തുൽ കുർസി ഓതണം, ഒരു ആമന റസൂൽ ഓതണം. അതൊക്കെ നമുക്ക് നമ്മോട് കൽപ്പിക്കപ്പെട്ട സംഗതിയാണ്. സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ നിസ്കാരത്തിൽ 33 ആണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് 34 ആണ്. അങ്ങനെ ഒരു 100 ദിക്ർ പൂർത്തിയാക്കിയിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടക്കണം. അങ്ങനെ കിടക്കുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂതു എന്ന ദിക്ർ ചൊല്ലണം. അതല്ലെങ്കിൽ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക റഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വ ഇൻ അർസൽതഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ഈ ദിക്ർ ചൊല്ലിയിട്ട് ഇങ്ങനെ ഉറങ്ങണം. കൂട്ടത്തിൽ മഹാനായ ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു പറയുകയാണ്, 21 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിങ്ങൾ ഓതുകയും ഉറങ്ങുന്ന സമയത്ത് അത് ചൊല്ലുകയും ചെയ്താൽ വലിയ കാവൽ അവർക്ക് അല്ലാഹു നൽകുകയാണ്. വമൻ ഖറഅഹാ, വല്ലവനും ബിസ്മി ഓതിയാൽ ഇൻദ നൗമിഹി, അവന്റെ ഉറങ്ങുന്ന സമയത്ത് 21 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ 21 വട്ടം ഓതിയാൽ ആമിനഹുല്ലാഹു തആല ഫി തിൽക്കൽ ലൈലത്തി മിനശ് ശൈത്വാനിർ റജീം, ആ രാത്രിയിൽ പിശാചിന്റെ ശർറിൽ നിന്നും അവന് നിർഭയത്വം നൽകും. പോരെ, പിശാച് പിന്നെ അവനെ ശല്യപ്പെടുത്താൻ വരൂല. പേടിച്ചെണീക്കുക, എന്തെങ്കിലും കാണുക ഉണ്ടാകൂല. നമ്മൾ അങ്ങനെ ഉറങ്ങണം. കള്ളന്മാരെ ശർറിൽ നിന്ന് അവനക്ക് നിർഭയത്വം നൽകും. പോരെ, വീട്ടിൽ കള്ളം കടക്കൂല. അതൊക്കെ നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടെ നമ്മൾ ചൊല്ലണം. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നുള്ള കാവൽ. പോരെ, പെട്ടെന്ന് സൈലന്റ് അറ്റാക്ക് നമ്മൾ പലതും കേൾക്കുകയാണ്. അല്ലാഹു അതിൽ നിന്നൊക്കെ നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഉറങ്ങിക്കിടക്കുന്നവൻ എഴുന്നേൽക്കുന്നില്ല, അതൊക്കെ അല്ലാഹു നിശ്ചയിക്കുമ്പോൾ അത് വരും, മറ്റൊരു വിഷയം. പക്ഷേ മഹാനായ ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ 21 വട്ടം അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി നോക്കൂ, നിങ്ങൾക്ക് അതിൽ നിന്ന് കാവലാണ്. മറ്റു എല്ലാ ആപത്തുകളിൽ നിന്നെല്ലാം അല്ലാഹു അവനെ തടയുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സുകൾ വന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും പറയുന്നു, ഇന്നു മുതൽ നമുക്ക് ഈ ഒരു ബിസ്മി 21 വട്ടം ചൊല്ലണം. ചൊല്ലൂലേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. യാ അക്രമ ബൈത്ത് ചൊല്ലണം. അല്ലാഹു നമ്മുടെ സദസ്സിന് വഴി പൂർണ്ണമാക്കി നൽകുമാറാകട്ടെ. يا أكرم الخلق لمن ألوذ به سواك عند حلول الحديث الأمين مولاي صل وسلم دائما أبدا على حبيبك خير
بالخلق كلهم ولن يضيق رسول الله جاءت به إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كاللام مولاي صل وسلم أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في الحساب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطب عمرك في دارين إن له صبرا متى تدعوه الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وذل لصاحبي صلاة منك دائمتي على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل وصحبه ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق ما أنت عذبات الباني صفا وأطرب العيسى العيس بنامي مولاي صل وسلم دائما أبدا
على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم നമ്മുടെ സദസ്സിലേക്കുള്ള ചായ നമ്മുടെ ഫിറോസ് ഖയുടെ ഉപ്പയുടെ പേരിലുള്ളതാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. പാപങ്ങളൊക്കെ പുറത്തി കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഈ സ്വതന്ത്ര കാരണം അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം ഈ റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാവരുടെ പേരിലും 10 തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്യുന്നു. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله لا إله إلا الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة النبي المصطفى محمد صلى الله عليه وسلم أرحم الراحمين يا الله സുബ്ഹി നിസ്കരിച്ച് ഈ സമയം വരെ നിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ മഹത്വമാണ് ഞങ്ങൾ ഇന്ന് സംസാരിച്ചത്. റബ്ബേ നീ ഖബൂലാക്കണേ റഹ്മാനേ. റബ്ബേ അതിലൂടെ എത്രയോ മഹാന്മാർ വലിയ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ ജീവിതവും ഭക്തിപൂർണമായ ജീവിതമാക്കി തരണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ ബിസ്മി മുഖേന സ്വർഗ്ഗത്തിലെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. റബ്ബേ ബിസ്മിയിലൂടെ ഒഴുകുന്ന 4 നദികൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ യാത്രയിൽ ദർശിക്കുകയുണ്ടായി. റബ്ബേ അത്തരം സുഖലോക സ്വർഗ്ഗത്തിൽ നിന്ന് പാനീയങ്ങളും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഇന്നലകളിലുള്ള ജീവിതത്തിൽ നിന്ന് മാറ്റം തരണേ റഹ്മാനെ. പാപങ്ങളില്ലാത്ത പാപക്കറകളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. ഖൽബ് ശുദ്ധീകരിച്ചു തരണേ റഹ്മാനെ. മുഴുവൻ പാപങ്ങളും കഴുകി ശുദ്ധീകരിച്ച് തുടച്ചു നീക്കിയിട്ട് ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നോട്ടങ്ങളും കേൾവികളും ഞങ്ങളുടെ എല്ലാ ചലനങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കി തരണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ
തഖ്വ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. റബ്ബേ ആഖിറ സമാനിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് റബ്ബേ ഞങ്ങളുടെ ഈമാൻ പിടിച്ചു നിർത്താൻ പറ്റിയ നല്ല മനക്കരുതും നല്ല ഹിമ്മത്തും ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. ദീനീ ചിട്ടയിലൂടെ വളർന്ന് നിന്റെ അവധി എത്തുന്ന സമയത്ത് നീ എത്രയാണോ ഞങ്ങൾക്ക് നിശ്ചയിക്കുന്ന ആയുസ്, ആ എത്തുന്ന ആയുസ് വരെ നിന്റെ പൊരുത്തത്തിലായുള്ള ജീവിതം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ തന്നിട്ട് ഞങ്ങൾ ആരെയും പരീക്ഷിക്കരുത് അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ റഹ്മാനെ. കടങ്ങളൊക്കെ വീട്ടി തരണേ റഹ്മാനെ. ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ, ഭാര്യ, മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ എല്ലാവരെയും നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. നിസ്കാരം കൃത്യമായി നിസ്കരിക്കാനും ഭക്തിപൂർവ്വം നിസ്കരിക്കാനും ഖുശൂഅോടുകൂടെ നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. എപ്പോഴും വുളൂ നിത്യമാക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. എല്ലാ ദിവസവും ഖുർആൻ കൃത്യമായ രൂപത്തിൽ ഓതാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. സ്വലാത്തുകൾ അധികരിപ്പിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ദിക്റുകൾ ചൊല്ലി ചൊല്ലി ലാഖിരിങ്ങളുടെ പട്ടികയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ അങ്ങനെ ദിക്റ് ചൊല്ലി നല്ല ചിട്ടയോട് ജീവിക്കുന്ന സമയം അവസാനം നിന്റെ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്ന് ഞങ്ങളുടെ റൂഹ് പിടിക്കുന്ന ഒരു സമയമുണ്ട് റബ്ബേ. ആ സമയത്ത് ഞങ്ങളുടെ ഈമാൻ കാമിലാക്കിയിട്ട് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ആഖിബത്തിൽ ഒരു കേടുപാടുമില്ലാതെ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എന്റെ കലിമത്തുൽ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയണം റബ്ബേ. നീ അതിന് തൗഫീഖ് തരണേ അല്ലാഹ്. നീ തൗഫീഖ് തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وارحمنا بانواع رحمتك يا ارحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.